ചില ആൾക്കാരുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് നല്ല വൈബ് കിട്ടുമെന്ന് പറയാറുണ്ടല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ നല്ല വൈബാണെന്നൊക്കെ. വൈബ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ. ചില ആൾക്കാരുടെ സാന്നിധ്യം നമുക്ക് ഭയങ്കരമായ പോസിറ്റീവ് എനർജി തരും. അവരുടെ അടുത്ത് നിന്ന് പോകാൻ തോന്നില്ല, അല്ലെങ്കിൽ അവർ പോകാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ പോകണ്ട, കുറച്ച് കഴിഞ്ഞ് പോകാം എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ നമ്മുടെ കൂടെ പിടിച്ചിരുത്താനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ. അവരുടെ വൈബ്രേഷനും നമ്മുടെ വൈബ്രേഷനും തമ്മിൽ മാച്ച് ചെയ്യുന്ന കാരണമാണത്. ചില ആൾക്കാരുമായിട്ട് നമ്മുടെ വൈബ് ഒത്തുപോകില്ല. അതുകൊണ്ടാണ് ചിലരുടെ സാന്നിധ്യം നമുക്ക് ഇഷ്ടമല്ലാത്തതും ബോറടിപ്പിക്കുന്നത്. അവരുടെ വൈബ്രേഷൻ നെഗറ്റീവ്, എൻ്റേത് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. ഇനി അവരെ തന്നെ ഇങ്ങനെ കൂടെ പിടിച്ചു നിർത്താൻ നോക്കുമ്പോഴാണ് ഈ അപകടങ്ങളൊക്കെ ഉണ്ടാവുക ജീവിതത്തിൽ. നെഗറ്റീവും പോസിറ്റീവും ചേരുമ്പോൾ വിഘടനമാണ് ഉണ്ടാകുന്നത് അല്ലേ. നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പെട്ടെന്ന് അട്രാക്റ്റ് ആവും. ക്വാണ്ടം ഫിസിക്സ് ആണ്. ഈ പ്രപഞ്ചത്തിലെ ഏതൊരു സാധനത്തിനും ഒരു എനർജി ഉണ്ട്. നമുക്കൊക്കെ ആ എനർജി ഉണ്ട്, വൈബ്രേഷൻ ഉണ്ട്. നമ്മുടെ 85% വൈബ്രേഷൻ ജന്മനാ നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും നെഗറ്റീവ് സാഹചര്യങ്ങളിൽ ചെന്നുപെടുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പത്തിൽ, അതായത് ഞാനൊരു കോശമായി ജനിച്ച അന്ന് മുതൽ 7 വയസ്സ് വരെയുള്ള കാലത്തിൽ എൻ്റെ അമ്മയും അപ്പനും പറഞ്ഞ വാക്കുകൾ, പ്രവൃത്തികളൊക്കെ എന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ജനറ്റിക്കലി നമ്മൾ നെഗറ്റീവ്ലി വയർഡാണ്. ഇതെങ്ങനെ റീവയർ ചെയ്യാമെന്ന് ചോദിച്ചാൽ എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങൾ നമ്മൾ നിറച്ചു വെക്കുക എന്നുള്ളതാണ്. തിന്മ കാണരുത്, പറയരുത്, പ്രചരിപ്പിക്കരുത്, കേൾക്കരുത്, സത്യം മാത്രം പറഞ്ഞ് ശീലിക്കുക, നല്ല ജീവിതശൈലി പിന്തുടരുക, വായന, പാട്ട്, തമാശകൾ, യാത്ര ഇവയൊക്കെ നടത്തുക, പോസിറ്റീവ് എനർജി വരുന്ന ആൾക്കാരുമായി സമ്പർക്കം പുലർത്തുക. അങ്ങനെ നിങ്ങൾ പോസിറ്റിവിറ്റി നിറഞ്ഞു തുളുമ്പുന്ന ഒരാളായി മാറി വെളിച്ചം പകരുന്നവരായി തീരട്ടെ. തുറക്കട്ടെ മനസ്സുകൾ.